കണ്ണേട്ടാ പതുക്കെ. ഞാൻ പിടിച്ചോളാം. ഏയ്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല സ്വാതി. എനിക്ക് ഈ വീൽ ചെയർ ഉള്ളപ്പോ പരസഹായമില്ലാതെ എനിക്ക് അകത്തേക്ക് വരാൻ പറ്റും. എന്നാലും കർണേട്ടത്തിയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ വന്നപ്പോ കണ്ണേട്ടൻ വീൽ ചെയറിൽ നിന്ന് വീണില്ലായിരുന്നോ? അതുകൊണ്ട് കണ്ണേട്ടൻ ഇവിടെ ഉള്ളപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും നോക്കണേന്നാ അപ്പച്ചി പറഞ്ഞിരിക്കുന്നെ. ചേട്ടാ അങ്ങോട്ടൊന്ന് കൊണ്ടുവന്നേ. മതി മതി, ഇനി ഞാൻ പിടിച്ചോളാം. എടാ മോനെ, ഒരു സന്തോഷ വാർത്തയുണ്ടടാ. മേഘൻ വിചാരിച്ചിട്ട് മഹാലക്ഷ്മിയെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ, അതിനു പകരമേ മോളുടെ അച്ഛനും മുത്തശ്ശിയും അതിനു വേണ്ട പരിഹാരം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്ക ഇപ്പോ. അമ്മ അതൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കില്ല ഇപ്പോ. അന്ന് എന്റെ കുഞ്ഞിനെ കളഞ്ഞില്ലേ, അതുപോലെ തന്നെ അവളുടെ കുഞ്ഞിനെയും കളയാനാണ് അച്ഛനും മുത്തശ്ശിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാ മോഹിനി ഉണ്ടാക്കുന്ന പലഹാരത്തിലെ കുഞ്ഞിനെ കളയാനുള്ള വിഷം ചേർക്കും മോളുടെ മുത്തശ്ശി. ആ ദേ, മഹാലക്ഷ്മിയല്ലേ തെറ്റ് ചെയ്തത്, ആ കുഞ്ഞെന്തു പിഴച്ചു എന്നൊന്നും നീ പറയരുത്, ചിന്തിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഞാൻ പറയുകയും ചിന്തിക്കുകയും ചെയ്യില്ലല്ലോ അമ്മേ. നിങ്ങളൊക്കെ ഇനി എന്ത് തീരുമാനിച്ചാലും ശരി, അതിനൊപ്പം ഞാനുണ്ട്. മോൻ എന്തുമാത്രം വേദനയുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഒരിക്കലും മോൻ സമ്മതിക്കത്തില്ല. ആ കണ്ണനൊക്കെ മരിച്ചുപോയി. എല്ലാവരോടും ആത്മാർത്ഥത കാണിച്ചിട്ട് എനിക്ക് കിട്ടിയതൊക്കെ നന്ദിയേടും അവഗണനയും. അതുകൊണ്ടിനി പഴയതുപോലെ പുണ്യാളനാവാൻ താല്പര്യമില്ല. എടാ, ഒരുത്തി ഈ വീട്ടില് മരുമോളായിട്ട് വരുന്നതിന് മുൻപേ നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെ കഴിഞ്ഞതാടാ കണ്ണ. അവള് വന്ന ശേഷം എല്ലാം പോയില്ലേ? അത് ഞാനും മനസ്സിലാക്കുന്നുണ്ടമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്താലും കൂടെ നിൽക്കുമെന്ന്. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് അതിന്റെ അവസാനം നിരാശയുണ്ടാവരുത്. ഇത്തവണ ഒരു നിരാശ ഉണ്ടാവില്ല കണ്ണേട്ടാ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അലറിക്കരയുന്ന മഹാലക്ഷ്മിയെ കണ്ണേട്ടന് നേരിട്ട് പോയി കാണാം. നാളെ അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ദിവസ. അല്ല, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുവോ? അങ്ങനെ അവള് വന്നാലേ അവളുടെ മുഖത്ത് ചൂലുകൊണ്ട് അടിക്കും ഞാൻ. ഇനി അയാൾ എങ്ങനെ വന്നാലും അയാൾക്ക് അയാളുടെ മുമ്പിൽ ഈ കമലേശ്വരം തറവാടിന്റെ വാതിൽ തുറക്കില്ല. പിന്നെ അധികാരം കാണിച്ചോണ്ട് വന്നു കഴിഞ്ഞാ അമ്മ പറഞ്ഞ പോലെ ചൂലെടുത്ത് അയാളെ അടിക്കാനൊന്നും പറ്റില്ലമ്മേ. കാരണം ഈ തറവാടിന്റെ പകുതി അവകാശം അയാൾക്കായിപ്പോയി. ഓ, എന്നാലും അതൊരു വലിയ ചതിയായി പോയല്ലോടാ മോനെ. അതെ, ചെയ്ത പലതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിപ്പോയി. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞും പരിതപിച്ചിട്ടും ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ എന്താന്ന് വെച്ചാ ചെയ്തോ. ശത്രുവിന്റെ നാശം തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ഒരു പോറൽ പോലും പറ്റില്ല.